ഹായ് ഹലോ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജീഷ് മയൂഖം. ഏവർക്കും കാര്യസ്ഥം ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കോട്ടയത്താണുള്ളത്. ഇവിടെ കൃഷ്ണയുടെ ഹൽദിയാണ്. ഒരു ചെറിയ ഫംഗ്ഷൻ, ഏകദേശം ഒരു 10-20 പേര് പങ്കെടുത്ത ഒരു ചെറിയ ഫംഗ്ഷനാണ് ഹൽദി. പക്ഷേ ഫംഗ്ഷൻ വളരെ ഭംഗിയായിരുന്നു. അപ്പം രാവിലെ 7 മണിയെന്ന് പറഞ്ഞ് ഞങ്ങളെ രാവിലെ തന്നെ ഇവിടെ കൊണ്ടുവന്നു. പക്ഷേ പരിപാടി തുടങ്ങിയത് 9:30 കഴിഞ്ഞിട്ടാണ്. അപ്പോൾ രാവിലെ തൊട്ട് ഞങ്ങളിവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം കുറേ ഫോട്ടോസൊക്കെ അവർ രാവിലെ എടുത്തു. ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ഹൽദിയുടെ ചടങ്ങ് തുടങ്ങിയത്. വളരെ കുറച്ച് ആളുകളുള്ളത് കൊണ്ട് മാത്രം ആ പരിപാടി വളരെ ഭംഗിയായിട്ട് നടന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. അവരെല്ലാം എൻജോയ് ചെയ്തു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് വൈകിട്ട് ഇവിടെ മൈലാഞ്ചിയുടെ ചടങ്ങുണ്ട്. അപ്പം ഹൽദിയുടെ കുറച്ച് കൊച്ചു വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. കുറേ നാളുകളായി വീഡിയോകളൊക്കെ ഇട്ടിട്ട്, അപ്പോൾ തിരക്ക് കാരണമാണ്. അപ്പോൾ ഒരുപാട് വീഡിയോകൾ വരാനുണ്ട്. അപ്പോൾ പുറകെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം ഉറപ്പായിട്ടും പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അവിടുന്ന് ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആതിര. ഞാൻ കൃഷ്ണയുടെ ബെസ്റ്റ് ഫ്രണ്ടിൽ ഒരാളാണ്. ഇത് ചിന്നു, ആര്യലക്ഷ്മി. ഞങ്ങൾ രണ്ടുപേരാണ് കൃഷ്ണയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന കൃഷ്ണയുടെയും ഗണേഷിൻ്റെയും ഹൽദി ഫംഗ്ഷന് വേണ്ടിയിട്ടാണ്. അപ്പം ഹൽദി ഫംഗ്ഷൻ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിലുണ്ടെന്ന് ചിന്നു എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പം അവിടെ നിൽക്കുന്ന എല്ലാവരും ഒന്ന് ഇരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. എല്ലാവരും ഒന്ന് ഇരുന്ന് സഹകരിക്കാം പ്ലീസ്. നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു ഗെയിം ഉണ്ടാവും, അതുപോലെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്, പിന്നെ നമുക്ക് ലാസ്റ്റ് ഹൽദിയുടെ ഫംഗ്ഷനിലേക്ക് തുടങ്ങാം. അപ്പം എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഓക്കെ, അപ്പൊ അച്ചു പറഞ്ഞതുപോലെ എൻ്റെ പേര് ആര്യലക്ഷ്മി. ചിന്നു എന്ന് പറഞ്ഞാണ് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നത്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് BSc നഴ്സിംഗിന് എറണാകുളത്ത് പഠിച്ചാണ്. അപ്പൊ നമ്മളെല്ലാവരും ഇന്ന് ഇവരുടെ ഹൽദി ഫംഗ്ഷന് വേണ്ടിയിട്ട് കൂടിയൊക്കെയാണ്. അച്ചു പറഞ്ഞു ഓൾറെഡി പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളൊരു ഗെയിമിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഗെയിം എന്താണെന്ന് അറിയാൻ എല്ലാവരെക്കാട്ടിലും അവർക്ക് തന്നെ ഇത് എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു വലിയ കൺഫ്യൂഷനിലാണ് അവർ രണ്ടുപേരും. അപ്പൊ നമുക്ക് ആദ്യം ഗെയിം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്താ ഗെയിം എന്ന് അറിയണ്ടേ എല്ലാവർക്കും? വേണ്ടേ? നിങ്ങൾക്ക് അറിയണ്ടേ? നമ്മൾ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഇവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടെ കുറച്ച് പേർക്ക് എല്ലാവർക്കും ധനേഷിനെ കുറിച്ച് അറിയാം, കൃഷ്ണനെ കുറിച്ച് അറിയാം. നമുക്ക് കുറച്ചൊക്കെ ഇവർക്ക് തമ്മിൽ എത്രത്തോളം അറിയാമെന്നൊന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യണ്ടേ? വേണ്ടേ? അപ്പൊ നമുക്ക് അതൊന്ന് നോക്കിയാലോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ എല്ലാരും. അപ്പൊ നമുക്കൊന്ന് നോക്കാം ധനേഷിന് എത്രത്തോളം കൃഷ്ണയെ അറിയാം, കൃഷ്ണയ്ക്ക് എത്രത്തോളം ധനേഷിനെ അറിയാമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു വേണ്ടി ഞങ്ങൾ ചെറിയൊരു ഗെയിം പ്ലാൻ ചെയ്തേക്കാണ്. അതിന്റെ പേരാണ് കോമ്പാക്ടിബിലിറ്റി ടെസ്റ്റ്. നമുക്കൊന്ന് ചെയ്താൽ നോക്കിയാലോ? അപ്പൊ ഓൾറെഡി നമ്മൾ ഒരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ കൃഷ്ണനെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10 ക്വസ്റ്റ്യൻസ് ധനേഷിന്റെ അടുക്കും ചോദിച്ചിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട്.
കൃഷ്ണ ഇതൊക്കെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ധനേഷിനെ പറ്റിയിട്ടുള്ള ഒരു 10 കാര്യങ്ങളാണ്. അതേപോലെ ധനേഷിന്റെ അടുക്ക കൃഷ്ണയുടെ കുറച്ച് 10 കാര്യങ്ങളാണ്, അവളുടെ ഫേവറേറ്റ്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവർക്ക് തമ്മിൽ അറിയില്ല ഇവരെന്താ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഇവർക്ക് അറിയില്ല. അപ്പൊ നമ്മൾ ഇവിടെ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ വായിക്കും. അപ്പൊ അതിന് അവരെന്ത് ഉത്തരവാണ് പറഞ്ഞതെന്ന് നമ്മൾ നോക്കും. അത് കറക്റ്റ് ആണോ റോങ് ആണോ എന്നുള്ളതനുസരിച്ചിട്ട് നമ്മൾ റോങ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു പണിഷ്മെന്റ് നമുക്ക് കൊടുക്കണ്ടേ, വേണ്ടേ? അപ്പൊ വേണം. അപ്പൊ നമുക്കൊരു ചെറിയ പണിഷ്മെന്റ്. ഇപ്പൊ കൃഷ്ണ ഉത്തരം തെറ്റിച്ചാ പറഞ്ഞതെങ്കിൽ അതിന്റെ പണിഷ്മെന്റ് ധനേഷിനായിരിക്കും. ധനേഷ് തെറ്റിച്ചാണ് പറഞ്ഞതെങ്കിൽ അതിന്റെ പണിഷ്മെന്റ് കൃഷ്ണയ്ക്കുമായിരിക്കും. അല്ല, ഒരു ചെറിയ മാറ്റമുണ്ട്. കൃഷ്ണ തെറ്റിച്ച ധനേഷ് ആയിരിക്കും പണിഷ്മെന്റ് ചൂസ് ചെയ്യുന്നത്, പക്ഷെ പണിഷ്മെന്റ് എടുക്കുന്നത് കൃഷ്ണയായിരിക്കും. അതുപോലെ ധനേഷ് തെറ്റിച്ച കൃഷ്ണ പണിഷ്മെന്റ് ചൂസ് ചെയ്യും, ധനേഷ് ആയിരിക്കും പണിഷ്മെന്റ് എടുക്കുന്നത്. Please welcome Krishna and Dhanesh to the stage. അപ്പൊ എന്റെ കയ്യിലുള്ളത് കൃഷ്ണ ധനീഷിന് എത്രത്തോളം മനസ്സിലാക്കി എന്നുള്ളതിന്റെ റിസൾട്ട്സ് ആണ്. എന്റെ കയ്യിലുള്ളത് കൃഷ്ണയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ധനേഷിന് എത്രത്തോളം അറിയാമെന്നുള്ളതിന്റെ കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ കുറച്ച് ഐറ്റംസും വെച്ചിട്ടുണ്ട്. ഇവര് റോങ് ആൻസർ പറയുന്ന അനുസരിച്ച് ഇതിൽ നിന്ന് ഒരു എന്താണോ അതിനകത്തുള്ളത് അത് ചൂസ് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് എന്ത് സാധനം ഉണ്ടോ അത് അവർ കഴിക്കണം. ഓക്കെ, അപ്പൊ അത് ഓക്കെ. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ കൃഷ്ണയുടെ ഫേവറേറ്റ് പെറ്റ് എന്തായിരുന്നു എന്നുള്ളതായിരുന്നു അല്ലേ? ആദ്യമേ കൃഷ്ണയുടെ ഉത്തരം നമുക്ക് കേൾക്കാം അല്ലേ, എന്താ ഫേവറേറ്റ് പെറ്റ് എന്നുള്ളത്. അതിനുശേഷം ധനേഷ് എന്താ പറഞ്ഞത് കേൾക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ കൃഷ്ണ എന്താ കൃഷ്ണയുടെ ഫേവറേറ്റ് പെറ്റ്? ധനേഷ് എന്താ എഴുതിയേക്കുന്നത് പറയണ്ടേ? ധനേഷിനെ കൊണ്ടാണ് പറയുക അല്ലേ? ധനേഷ് 4 മണിക്കൂർ അങ്ങനെ ആനേനെ പറ്റി പറയും. ഞാൻ വിചാരിച്ചു വിചാരിച്ചിട്ടാണ് ഞാൻ ആനാനെ മൃഗത്തെ പറ്റി പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ലേ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ റോങ് ആണ്. അപ്പൊ ചൂസ് ചെയ്യാം, കൃഷ്ണ ചൂസ് ചെയ്യും, ധനേഷ് അത് കഴിക്കും. പൊക്കി നോക്കണ്ട, പൊക്കി നോക്കില്ല, ഏതിലാണ് ചൂസ് ചെയ്യാം. ഇതെന്താണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ കുഞ്ഞുള്ളിയാണ് കേട്ടോ. ഒരു പീസ് വെച്ചു. അടുത്ത ഇത് ഫുള്ള് കണ്ടിന്യൂ ചെയ്യാമോ കൃഷ്ണയുടെ കാര്യം, അതോ മാറി മാറി ചോദിക്കുന്നതായിരിക്കും മാറി മാറി ചോദിക്കാം? ഓക്കെ. അപ്പം കൃഷ്ണ ധനേഷിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന എന്താന്ന് നോക്കാം. ധനേഷിന്റെ ഫേവറേറ്റ് പെറ്റ്. അത് ധനേഷിനോട് ചോദിക്കാം, എന്താണ് ധനേഷിന്റെ ഫേവറേറ്റ് പെറ്റ്? കൃഷ്ണ എന്താ പറഞ്ഞ? കൃഷ്ണ ഡോഗ്. അപ്പൊ തെറ്റാണ് പറഞ്ഞേക്കുന്നത്. ധനേഷ് ഒരു ഇത് ചൂസ് ചെയ്യുക, കൃഷ്ണ അത് കഴിക്കും. ഉണ്ട്, കപ്പലണ്ടിയാണ് ധനേഷ് ചൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് കൃഷ്ണയുടെ ഫേവറേറ്റ് കളർ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് കൃഷ്ണയുടെ ഉത്തരം കേൾക്കാം. കൃഷ്ണയുടെ ഫേവറേറ്റ് കളർ എന്താണ്? അത് എനിക്കെന്നെ അറിയാമല്ലോ, പിങ്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ധനേഷിന്റെ ഉത്തരം കേൾക്കാം. ധനേഷ് അതിന് കാരണമുണ്ട്. ഒരു സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 16 കളർ ഡ്രസ്സ് എടുത്തിട്ട് റെഡാണ് അവിടെ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാൻ റെഡ് ചെയ്തത്. സ്ഥിരമില്ലാത്തതാണ്. തെറ്റിയിരിക്കുകയാണ്. അപ്പൊ കൃഷ്ണൻ ചൂസ് ചെയ്യാം. ഇഞ്ചിയാണ് ഗൈസ്.
പാവപ്പെട്ടനെ കൊല്ലായിട്ട്. ഓക്കെ, ഇനി കൃഷ്ണയുടെ നോക്കാം നമുക്ക്. കൃഷ്ണ ധനീഷിന്റെ ഫേവറേറ്റ് കളർ എന്താ? കറക്റ്റ് ആൻസർ ആണ് ഗൈസ്. ക്ലാപ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫേവറേറ്റ് ഫുഡ് ഷീ കുക്സ്. അതായത് കൃഷ്ണ ഉണ്ടാക്കുന്നതിൽ ധനീഷിന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാന്നുള്ളതാണ്. അപ്പോൾ അതാദ്യം കൃഷ്ണ പറയുന്നത് നോക്കാം, അത് കഴിഞ്ഞിട്ട് ധനേഷ് എഴുതിയിട്ട് നോക്കാം. ബിരിയാണി. ഓക്കെ, അടുത്ത് നമുക്ക് ധനേഷ് എന്താ എഴുതിക്കണം? ബിരിയാണി. കറക്റ്റ് ആൻസർ. അപ്പോൾ നമുക്കൊരു ക്ലാപ്പ് കൊടുക്കാം. അപ്പോൾ സെയിം. ഇനി അടുത്ത അടുത്ത ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. ഹിസ് ഫേവറേറ്റ് ഫുഡ് യു കുക്ക്. ബിരിയാണി എന്ന് പറഞ്ഞു രണ്ടുപേരും. ഓക്കെ, ഇനി അടുത്തത് കൃഷ്ണയുടെ ഫേവറേറ്റ് ഹോളിഡേ ഡെസ്റ്റിനേഷൻ ഏതാന്നുള്ളതാണ് ചോദ്യം. അപ്പം കൃഷ്ണയുടെ ഫേവറേറ്റ് ഹോളിഡേ ഡെസ്റ്റിനേഷൻ ഏതാണ്? അടുത്ത ധനേഷ് എഴുതിയേക്കോ? ഇല്ല, നോക്കട്ടെ. ധനീഷിന്റെ ഫേവറേറ്റ് ഹോളിഡേ ഡെസ്റ്റിനേഷൻ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ധനീഷിന്റെ ഏതാ? കൃഷ്ണ എന്താ എഴുതിയത്? ഗോവ എന്നാണ് കൃഷ്ണ എഴുതിയത്. അപ്പൊ അത് തെറ്റാണ്. ധനീഷ് ചൂസ് ചെയ്തോ കൃഷ്ണ കഴിക്കും. കാന്താരിമുളകാണ്. അടുത്ത കൃഷ്ണയുടെ ഫേവറേറ്റ് മലയാളം ആക്ടർ ആരാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് കൃഷ്ണയുടെ ആൻസർ കേൾക്കാം. യുവർ ഫേവറേറ്റ് മലയാളം ആക്ടർ. അപ്പൊ ധനേഷ് എന്താ എഴുതിയ? ചോക്ലേറ്റ്. ആണ്. കൃഷ്ണ എത്ര എഴുതിയ? 165 ആണ് കൃഷ്ണ എഴുതിയ. അപ്പൊ അത് തെറ്റിപ്പോയി. അപ്പോ ധനീഷ് ചൂസ് വൺ. ജീരകമാണ്. അടുത്ത കൃഷ്ണയുടെ ഷൂ സൈസ് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം കൃഷ്ണയോട് തന്നെ ചോദിക്കാം. അപ്പൊ നമുക്ക് ധനേഷിനോട് ചോദിക്കാം. 5. ധനേഷ് എഴുതിയത് 5 ആണ്. അപ്പൊ ആൻസർ തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് യു ക്യാൻ ഗിവ് പണിഷ്മെന്റ്. പുളി. ചോദിച്ചേക്കുന്നത് ധനീഷിന്റെ ഫേവറേറ്റ് സീസൺ ഏതാ? കൃഷ്ണ എന്താ എഴുതിയത്? തെറ്റാണ്. സമ്മർ ആണ് ധനീഷിന്റെ ഫേവറേറ്റ് സീസൺ. കൃഷ്ണ എഴുതിയത് വിന്റർ ആണ്. എത്രയാണെന്നാ ചോദിച്ചേ? എത്രയാ ധനീഷിന്റെ ഷൂ സൈസ്? 8. കൃഷ്ണ കറക്റ്റ്. എത്ര എഴുതിയേക്കുന്നത്? 8 ആണ് എഴുതിയേക്കുന്നത്. കറക്റ്റ് ആൻസർ ആണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ധനേഷ് ഉള്ളത് കൃഷ്ണയുടെ ഹൈറ്റ് എത്ര ആയിരുന്നു എന്നുള്ളതായിരുന്നു. കൃഷ്ണയുടെ ഹൈറ്റ് എത്രയാണ്? 154. ധനേഷ് എത്ര എഴുതിയേക്കുന്നത് നോക്കാം. 152. പണിഷ്മെന്റ് കൊടുക്കണോ? ഏകദേശം കറക്റ്റ് അല്ലേ? അപ്പൊ നമുക്കത് ഒഴിവാക്കാം അല്ലേ? ഓക്കെ. കൃഷ്ണയുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ധനീഷിന്റെ മോസ്റ്റ് യൂസ്ഡ് സോഷ്യൽ മീഡിയ, അതായത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാ? ഫേസ്ബുക്ക് ആണോ, വാട്സാപ്പ് ആണോ, ഇൻസ്റ്റ ആണോ എന്ന് ചോദിച്ചേക്കുന്നത്. ഏതാ ധനീഷ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്? എന്താ കൃഷ്ണ എഴുതി? എന്താ? ഇൻസ്റ്റ
തമാശയാണ് എഴുതിയത്, യൂട്യൂബാണ്. അപ്പൊ പണിഷ്മെന്റ് വേണോ? അത് വേണോ? ഓക്കെ, ധനീഷ് ചൂസ് ചെയ്യണ്ട. ഇതാ ചോക്ലേറ്റ് ആണ്. കഴിഞ്ഞു. അപ്പൊ എത്ര സ്കോർ ആയെന്ന് നോക്കാം. കൃഷ്ണയെ പറ്റിയിട്ട് ധനേഷിനോട് ചോദിച്ച ചോദ്യങ്ങളിൽ ധനേഷ് 5 റൈറ്റ് ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ക്ലാപ്പ് കൊടുക്കാം. പകുതി മാർക്കുണ്ട്, പാസ്സായി. അതുപോലെ ധനീഷിനെ കുറിച്ച് ചോദിച്ച ക്വസ്റ്റ്യൻസിൽ കൃഷ്ണയും 5 എണ്ണം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. കറക്റ്റ് 2 പേരും 5 പേര് 5 ഉത്തരം വെച്ചിട്ട് കോമ്പാക്റ്റബിൾ ആണ് 2 പേരും. നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. तेरी सहेली मेरी पूछे मुझे, कितना साजन तेरा चाहे तुझे। तेरी सहेली मेरी पूछे मुझे, कितना साजन तेरा चाहे तुझे।
मुझे कितना साजन तेरा चाहे तुझे मेरी सहेली मेरी पूछे मुझे कितना साजन तेरा चाहे तुझे जननों की बांधी है भीतरे